ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഒത്തിരി പേർക്ക് അറിയാം വെർമിസെല്ലി വെച്ചിട്ട് ഉപ്മാവ് തയ്യാറാക്കാനായിട്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ്. മാത്രമല്ല ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് വെർമിസെല്ലി കിട്ടുന്നത് എന്ന്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. 1/2 കിലോ വെർമിസെല്ലി വെച്ചിട്ടാണ് ഞാൻ ഈ ഉപ്മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാത്ത ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം എല്ലാവരും പറയാറുണ്ട് ഈ വെർമിസെല്ലി ഭയങ്കര ട്രിക്കിയാണ്, ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ 1/2 കിലോ വെർമിസെല്ലി ചേർത്ത് നന്നായിട്ടൊന്ന് അതിനെ മുരിച്ചെടുക്കാൻ പോവുകയാണ്. അതായത് അതിൽ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി ഫ്ലേവർ നല്ലത് സൺഫ്ലവർ ഓയിൽ ആയിരിക്കും. കാരണം നമ്മൾ കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ, കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവർ നമുക്കുണ്ടാവും. അപ്പോൾ അതിഷ്ടമാണെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ഒരു വെർമിസെല്ലി വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ വെർമിസെല്ലി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കാൻ വെച്ച സമയത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാനിത് ഒഴിച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു വെർമിസെല്ലിക്കകത്തേക്ക് ഞാൻ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വെർമിസെല്ലി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകരുത്. നന്നായിട്ട് അതിനകത്ത് വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ടോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം ഒഴിച്ച് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് കട്ട പോലെ നമുക്കിപ്പോൾ തോന്നും, പക്ഷേ അത് പ്രശ്നമൊന്നുമല്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ കട്ടയെല്ലാം ഒന്ന് മാറി കിട്ടും. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ വേവുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ വെർമിസെല്ലി വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോകരുത്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കണം. ഒരു 5 മിനിറ്റൊക്കെ മതിയിട്ടൊന്ന് വേവാനായിട്ട്. നമ്മുടെ വെർമിസെല്ലിയിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വെള്ളം ഞാൻ ഈ ഒരു അരിപ്പപാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് വെള്ളം, ചൂടുവെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് അതിലുള്ള എന്തെങ്കിലും പശപ്പ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം വേണമെന്നില്ല, പച്ചവെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടിപ്പിടിക്കുന്ന പേടിയുള്ളവരാണെങ്കിൽ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കടുക് താളിച്ചെടുക്കാനാണ് പോകുന്നത്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് പൊട്ടുകടല. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, നല്ല ഫ്ലേവറാണ് കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുള്ള ഉപ്മാവിന് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഉഴുന്നുപരിപ്പ് ഇടാതെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഇത്തവണ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുപരിപ്പും ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. നമുക്ക് കടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് പീനട്ട് ഇഷ്ടമാണെങ്കിൽ പീനട്ട് ചേർത്ത് കൊടുക്കാം. അതായത് റോസ്റ്റഡ് പീനട്ടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയുടെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. കളറിന് ചെറുതായിട്ട് മാറി വന്നപ്പോഴേക്കും നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്തത്. അതുപോലെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനൊരു 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഒരുപാട് കളറ് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം എന്നില്ല കേട്ടോ. കാരണം ഒത്തിരി കളറ് മാറിക്കഴിഞ്ഞാൽ ഉപ്മാവിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെർമിസെല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാ ഭാഗത്തും ആ കടുകും സവോളയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും പേടി വേണ്ട, ഒട്ടും തന്നെ ഉടഞ്ഞു പോവില്ല, ഒട്ടിപ്പിടിക്കില്ല. നല്ല ഫ്ലേവറാണ് കേട്ടോ. അത് കഴിച്ച് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫ്ലേവർ ശരിക്കും മനസ്സിലാവും. നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറാണ് എനിക്ക് മുന്നിട്ട് നിൽക്കാൻ ഇഷ്ടം. അതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അവസാനം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീർത്തും ഓപ്ഷനിലാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പുളിപ്പുരസം കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ നീര് അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം, ബീൻസ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ഇനി മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മുട്ട പൊരിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉപ്മാവ് തയ്യാറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നല്ല ടേസ്റ്റാണ്. ഒരുപാട് പേര് ഇത് കഴിച്ചിട്ടില്ല, പക്ഷേ കഴിച്ചിട്ടുള്ളവരൊക്കെ പറയുന്ന കംപ്ലയിൻറ്റ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാറെന്നാണ്. ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇനി തണുത്താൽ പോലും ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, ഞാനാണ് ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കുകയും വേണം. അപ്പോൾ നല്ല കമൻസ് എല്ലാം ഞാൻ പിൻ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും നല്ല നല്ല കമൻസ് എന്നെ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഇനി ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെങ്കിലും എന്നെ എഴുതി അറിയിക്കാവുന്നതാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ലൈക്സ് എല്ലാം എനിക്ക് തരണം. ഇനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇനിയും പുതിയ പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.